നാട്ടില് മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. യുഎയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മെയ് 31 സാറ്റർഡേ. നാട്ടിലേക്ക് വിളിച്ചപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നല്ല മഴയാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പല ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ യുഎയിലും നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ മഴ കാരണമല്ല, വെയിൽ കാരണമാണല്ലേ. എന്ത് മനപ്പൊരുത്തല്ലേ. പക്ഷേ ഈ ഒരു വെയിലത്തും കുറച്ച് തണുപ്പിക്കാൻ യുഎഇ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ദുബായിലെ 622 AC ബസ് ഷെൽട്ടേഴ്സ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് RTA അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ബസ് സ്റ്റേഷനിലൊക്കെ പോയാൽ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കിടക്കുന്നവരും ഉറങ്ങുന്നവരൊക്കെ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ബസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ, കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റു യാത്രക്കാർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫൈന് കിട്ടും എന്നുള്ള കാര്യം ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യുഎയിലെ മറ്റൊരു ഫൈൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 325 വാഹനങ്ങൾക്കാണ് ഈ ഒരു ഫൈന് കിട്ടിയിട്ടുള്ളത്. എന്തിനാന്ന് വെച്ചാൽ എമർജൻസി വാഹനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ട് അവർക്ക് വഴിയൊരുക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഫൈന് വന്നിട്ടുള്ളത്. 3000 ദിർഹം ഫൈനും 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും 6 ബ്ലാക്ക് പോയിന്റ്സ് ലൈസൻസിൽ വീഴുമെന്നാണ് RTA അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദുബായ് എമിറേറ്റിലാണെന്നും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ നിയമലംഘനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ്.